അങ്ങ് വടക്കുന്ന് തുടങ്ങാം. അതെ, ജിഷ്ണു രാവിലെ തന്നെ സുപ്രധാനമായ വാർത്ത തന്നിരുന്നു. ഒന്ന് പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കവും ബജറ്റിന്റെ. അപ്പം ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും, കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളിയും, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും ചേരും. ആദ്യം ജിഷ്ണുവിലേക്ക് തന്നെ പോകാം. എനിക്ക് തോന്നുന്നു ജിഷ്ണുവിന്റെ പാർലമെന്റ് റിപ്പോർട്ടിങ്ങിനും പോകേണ്ടതുണ്ടാവും. ജിഷ്ണു ഒരിക്കൽ കൂടി പുത്തൻപുലരിയുടെ തുടക്കത്തിൽ ജിഷ്ണു ഉണ്ടായിരുന്നു. ഇതിപ്പോ അവസാന നിമിഷങ്ങളിലേക്ക്, ഇന്നത്തെ പുത്തൻപുലരിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. ജിഷ്ണു, പാർലമെന്റ് സമ്മേളനം തന്നെയാണ് അല്ലെ പ്രധാന ന്യൂസ് അജണ്ട? മറ്റെന്തെങ്കിലും? പ്രദീപ്, പാർലമെന്റിൽ നിന്നുള്ള വാർത്തകൾ തന്നെയായിരിക്കും ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുക. 11 മണിയോടുകൂടി പാർലമെന്റ് ആരംഭിക്കും. അതിൽ നാളെ ബജറ്റ് അവതരണമാണ്. ഇന്ന് സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന് മുൻപിൽ വയ്ക്കും. അതിൽ ഏറ്റവും നിർണായകമാവുക പ്രതിപക്ഷത്തിന്റെ പാർലമെന്റിലെ സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിന്റെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന, പ്രധാനമന്ത്രിയുടെ പ്രസംഗം പോലും തടസ്സപ്പെടുത്തുകയും സ്പീക്കറുടെ ശാസന ഏറ്റുവാങ്ങുകയും വന്ന ഒരു സാഹചര്യം പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ളത് നിർണായകമാകും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിനകത്ത് പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പാർലമെന്റിൽ നിന്നുള്ള വാർത്തകൾ ഉണ്ടാകും. ഒപ്പം ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംയുക്ത സേന പരിശോധനകൾ തുടരുകയാണ്. കാരണം പ്രത്യേകിച്ച് പാകിസ്ഥാൻ അതിർത്തി വഴി പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരുടെ സാന്നിധ്യം ജമ്മു കാശ്മീരിൽ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടും കത്വ, റിയാസി ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ ജമ്മു കാശ്മീരിൽ നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കത്വ, ദോഡ, റിയാസി മേഖലകളിലാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത്. അതുകൊണ്ട് ജമ്മു കാശ്മീരിൽ നിന്നുള്ള വാർത്തകൾക്കും സാധ്യതയുണ്ട്. കൂടാതെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള കലാപം അരങ്ങേറിയിരുന്നു. അവിടെ നിന്ന് പരമാവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഭാരതീയരെ തിരിച്ചെത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഈ ഒരു വേളയിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ അതിർത്തി വഴി, മേഘാലയ, ത്രിപുര അതിർത്തി വഴി കടത്തിവിടുമെന്ന് മനസ്സിലാക്കുന്നു. അവിടെ കലാപത്തിന് അയവ് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു സംവരണ തീരുമാനം, വിമോചന സമരത്തിൽ പങ്കെടുത്തവർക്ക് തൊഴിൽ മേഖലയിൽ സംവരണം നൽകാനുള്ള തീരുമാനം അവിടെ ബംഗ്ലാദേശ് സർക്കാർ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് പിൻവലിച്ചത്. അതുകൊണ്ട് കലാപത്തിന് ചെറിയ ശമനം വന്നിട്ടുണ്ട്. സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ മുൻപോട്ട് പോകുന്നത്. ജിഷ്ണു, അപ്പോൾ തുടർന്ന് 10 മണിയോടുകൂടി വീണ്ടും മറ്റ് ഡെവലപ്മെന്റ്സിലേക്ക് തിരിച്ചെത്താം. ശാലിനിയിലേക്ക് പെട്ടെന്ന് പോകാം. ശാലിനി, ഇന്നത്തെ ന്യൂസ് അജണ്ട തലസ്ഥാനത്ത് നിന്ന് സംസ്ഥാന. പ്രദീപ്, തിരുവനന്തപുരത്ത് ഇന്ന് 9:30 അല്പസമയത്തിനകം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ ആരംഭിക്കും. സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളടക്കം ചർച്ചയാകുന്നുണ്ട്. പാർട്ടിയിലെ വിഭാഗീയത അടക്കം ഇതിൽ ചർച്ചയാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ 10 മണിയോടുകൂടി K മുരളീധരൻ ഇന്ന് ആമേൻഷാൻ തോട്ടിൽ മരണപ്പെട്ട ജോയിയുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. 11 മണിക്ക് ഇതേ വിഷയത്തിൽ തന്നെ ആമേൻഷാൻ തോട്ടിലെ നഗരസഭ നടത്തുന്ന കെടുകാര്യസ്ഥ മാലിന്യ നീക്കത്തിൽ വീഴ്ചകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CMPയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. നഗരം നരകം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആ മാർച്ച്. 11 മണിയോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി തലസ്ഥാനത്ത് നടക്കുകയാണ്. സ്മൃതി പൂജാവർഷ പുരസ്കാര ചടങ്ങാണ് തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി നടക്കുന്നത്. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, ഒപ്പം തന്നെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ളവർ ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ കൃഷ്ണ തങ്കപ്പൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കിഡ്നി സ്റ്റോണിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി ചികിത്സാ പിഴവിൽ മരിച്ച കൃഷ്ണയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് വരാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ ബിനു ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അപ്ഡേഷനുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ തലസ്ഥാന ജില്ലയിൽ മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ല എങ്കിൽ പോലും 2 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് എന്ന് പറയാൻ കഴിയും. പക്ഷെ മഴ തുടങ്ങി നിൽക്കുന്നുണ്ട് ശാലിനി എന്നുള്ളതിന് വ്യക്തമാണ്. നല്ല കാറ്റുമുണ്ട്. മിഥുനിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് മിഥുൻ, ഇന്ന് കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒപ്പം അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? മറ്റ് അജണ്ടകൾ എന്താണ്? വീണ, രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയും എല്ലാം കൊച്ചിയിൽ മഴ മാറി നിൽക്കുകയാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. കൊച്ചിയിൽ നിന്നും അടുത്ത മണിക്കൂറിൽ ഉണ്ടാകുന്ന പ്രധാന വാർത്ത
ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മഴവന്നൂരിൽ ഈ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പോലീസ് സന്നാഹം രാവിലെ തന്നെ മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. വിശ്വാസികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ ഒരു വിശ്വാസി സമൂഹം പള്ളിക്കകത്ത് പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ശ്രമമുണ്ടായപ്പോഴും വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് അത് തടസ്സപ്പെടുകയായിരുന്നു. ഇത്തവണ 3ാം തവണയാണ് ഈ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സന്നാഹം മഴയന്നൂർ പള്ളിയിൽ രാവിലെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു മണിക്കൂറുകളിൽ പ്രതിഷേധവും കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. കൊച്ചിയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പ് തുടരുന്ന അലംഭാവത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി BJP ഇന്ന് രംഗത്തുണ്ട്. രാവിലെ 10 മണിക്ക് DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടാണ് BJP ഇന്ന് ഈ ആരോഗ്യ വകുപ്പിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. കുവൈറ്റിലെ ഫ്ളാറ്റിൽ മരിച്ച നീരേറ്റുപുറം സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേരുടെയും മൃതദേഹങ്ങൾ രാവിലെ 10 മണിയോടുകൂടി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കും. തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുക. കുണ്ടന്നൂർ പാലം അടച്ചിരിക്കുകയാണ്. കൊച്ചി റീജിയൻ എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. ഇതിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നു. കോഴിക്കോടേക്ക് എന്താണ് കോഴിക്കോട് എന്നുള്ള റിപ്പോർട്ട്? പ്രധാനമായും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും പറയാനുള്ളത്. 7 ദിവസമായി തിരച്ചിൽ തുടങ്ങിയിട്ട് ഇന്ന് ഷിരൂരിൽ നിന്നും ഒരു ശുഭ വാർത്ത കേൾക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോഴിക്കോടുള്ളത്. മാത്രമല്ല അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 14 വയസ്സുകാരൻ, കോഴിക്കോട് തിക്കോടി സ്വദേശിയായ 14 വയസ്സുകാരൻ രോഗവിമുക്തനായിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ആശുപത്രി വിടുമെന്നൊരു ശുഭവാർത്തയുമുണ്ട്. അതോടൊപ്പം തന്നെ നിപ നിയന്ത്രണ പ്രവർത്തനത്തിനായി കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമെന്നൊരു വിവരം കൂടിയുണ്ട്. മൊബൈൽ ലാബ് സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങൾ എത്തും. അതോടൊപ്പം തന്നെ നഴ്സുമാർക്കും ആരോഗ്യ വിദഗ്ധർക്കും നിപയിൽ വിദഗ്ധരായ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പരിശീലനവും നൽകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട് മലപ്പുറത്തേക്ക് ഈ കേന്ദ്ര സംഘം തിരിക്കുമെന്നൊരു വാർത്തയാണ് പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ ഇന്നുള്ളത്.